നമസ്കാരം. ഇൻട്രാകൾട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ ലഭ്യമാകുന്ന കണ്ടന്റുകളുടെ ഒരു പ്ലേലിസ്റ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. മങ്കര പഞ്ചായത്തിന്റെയും മാത്തൂർ പഞ്ചായത്തിന്റെയും പ്രത്യേകതകളെ കുറിച്ച് ചെറിയ ഒരു വിവരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ കുതിരവട്ടത്ത് സ്വരൂപത്തിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വിവരണവും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആ ഭാഗം കണ്ടതിന് ശേഷം ഈ ഭാഗം കാണുന്നതായിരിക്കും ഉചിതം. KV കൃഷ്ണയ്യരുടെ പുസ്തകത്തില് സാമൂതിരിയുടെ മകനാണ് കുതിരവട്ടം നായർ എന്ന് കുറിച്ചിരിക്കുന്നു. നടുവട്ടം പ്രദേശം കൈയടക്കുന്നത് ചേമഞ്ചേരി നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് എന്ന് മറ്റൊരു ഭാഗത്ത് KV കൃഷ്ണയ്യർ എഴുതുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുതിരവട്ടത്ത് നായരാണ് സേനാധിപതി എന്ന രീതിയിലും എഴുതി കാണാനുണ്ട്. ചേമഞ്ചേരി നമ്പൂതിരിയെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കേൾക്കാനുണ്ട്. അദ്ദേഹം സാമൂതിരിയുടെ മകനാണെന്ന് കരുതപ്പെടുന്നു എന്നും അല്ല എന്നും പറയുന്ന ചരിത്രകാരന്മാരുണ്ട്. എന്തായാലും കൃത്യമായ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഊഹാപോഹങ്ങളിലേക്ക് പോകുന്നില്ല. നടുവട്ടം പ്രദേശം സാമൂതിരി ആക്രമിച്ചതിനെ തുടർന്നാണ് പാലക്കാട് കൊമ്പിയച്ചൻ ഹൈദരാലിയെ പാലക്കാട്ടേക്ക് ക്ഷണിക്കുന്നത് എന്ന ഒരു ചരിത്രത്തിൽ ഒരു വൈരുദ്ധ്യം കാണാനുണ്ട്. KV കൃഷ്ണയ്യരുടെ പുസ്തകത്തിൽ പ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ ചില തെളിവുകൾ പ്രകാരം 14-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 14-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടു കൂടിയാണ് നടുവട്ടം പ്രദേശം സാമൂതിരി ആക്രമിച്ച് കീഴടക്കുന്നത്. അതിനുശേഷം 18-ാം നൂറ്റാണ്ടിലാണ്, എന്ന് പറഞ്ഞാൽ ഏകദേശം 4 നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഹൈദരാലിയെ കൊമ്പിയച്ചൻ പാലക്കാട്ടേക്ക് ക്ഷണിക്കുന്നത്. അപ്പൊ ഇവ തമ്മിൽ ഒരു പൊരുത്തക്കേട് നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. യാത്ര ചെയ്യുമ്പോൾ യാത്രയിലെ കാണുന്ന അല്ലെങ്കിൽ റോഡിന് ഇരുവശവും കാണുന്ന കാര്യങ്ങളെ കുറിച്ചും ഇടയിലൊന്ന് പരാമർശിക്കാം. എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു കാഴ്ച ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അതിനെക്കുറിച്ച് പറയാത്തത്. കുതിരവട്ട സ്വരൂപം എങ്ങനെയാണ് ഉണ്ടായതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഈ കുതിരവട്ടം എന്നുള്ളതിന്റെ ചില ഉത്ഭവമൊക്കെ ചോദിച്ചിട്ടുള്ള കമന്റുകൾ കണ്ടിരുന്നു. യഥാർത്ഥത്തിൽ കുതിരവട്ടം എന്ന് പറയുന്ന സ്ഥലം കോഴിക്കോടുള്ള ഒരു സ്ഥലമാണ്. കുതിരകളെ പരിപാലിച്ചിരുന്ന അല്ലെങ്കിൽ അവയെ സംരക്ഷിച്ചിരുന്ന ഒരു പ്രദേശം, അത് അങ്ങനെയാണത്രേ ഈ കുതിരവട്ടം എന്ന് അറിയപ്പെടുന്നത് എന്ന് ഈ സ്ഥലങ്ങളുടെ ഉത്ഭവത്തെ കുറിച്ചിട്ടുള്ള ഐതിഹ്യങ്ങളിൽ കൊടുത്തു കാണാനുണ്ട്. കുതിരവട്ടം എന്ന പ്രദേശം മലയാളികൾക്ക് വളരെ സുപരിചിതമാണല്ലോ. അതായത് ഒരു കാലത്ത് വളരെയധികം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കൊമേഡിയൻ കൂടി ആയിരുന്ന കുതിരവട്ടം പപ്പുവിന്റെ സ്ഥലം. അതുപോലെ തന്നെ ഒരു മാനസിക ആരോഗ്യ കേന്ദ്രവും അവിടെയുണ്ട്. കുതിരവട്ടം നായർ എന്ന് കേട്ടാൽ ഒരു നായർ മാത്രമല്ല, ആ പരമ്പരയിൽപ്പെട്ട എല്ലാ ആളുകളും ആദ്യകാലങ്ങളിൽ കുതിരവട്ടം നായർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സാമൂതിരിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. ഒരു സാമൂതിരി മാത്രമല്ലല്ലോ ഉണ്ടായിരുന്നത്, ഒരുപാട് പേരുണ്ടായിരുന്നു. നടുവട്ടം പ്രദേശം കീഴടക്കിയ സന്തോഷ വാർത്ത കേട്ട് സാമൂതിരി കാലിൽ അണിഞ്ഞിരുന്ന കൊലുസ് അല്ലെങ്കിൽ ഒരു വളയം ഈ കുതിരവട്ടം നായർക്ക് പാരിതോഷികമായി നൽകുകയും കുതിരവട്ടത്തെ നായരെ ഈ നടുവട്ടം പ്രദേശത്തിന്റെ നാടുവാഴിയായും അവിടെ നിന്ന് ലഭിക്കുന്ന മൊത്തം വരുമാനത്തിന്റെ പകുതിയോളം അദ്ദേഹത്തിന് അനുഭവിക്കാമെന്നും ഉത്തരവ് ഇറക്കുകയുണ്ടായെന്ന കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിച്ചിരുന്നല്ലോ. നടുവട്ടം എന്ന പ്രദേശം പാലക്കാട് കൊമ്പി രാജാവിന്റെ അല്ലെങ്കിൽ തരൂർ സ്വരൂപത്തിൽ പെട്ടിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു എന്ന് ഏവർക്കും അറിയാമല്ലോ. ആ സമയത്ത് ഇവിടെ പല പ്രദേശങ്ങളായിട്ട് നാടുവാഴികൾ ഉണ്ടായിരുന്നു, അതായത് പ്രാദേശികമായ നാടുവാഴികൾ. അങ്ങനെ ഉള്ള നാടുവാഴികളിലെ ഒരു പ്രമുഖനായൊരു നാടുവാഴിയായിരുന്നു മഞ്ഞളൂര് നാടുവാഴി. കുതിരവട്ടത്തിന്റെ സൈന്യവും കുതിരവട്ടവും മുന്നോട്ട് കുതിക്കുന്നതിനിടയ്ക്ക് ചില അരുതാത്ത സംഭവങ്ങളും കൂടി അദ്ദേഹത്തിന്റെ സൈന്യം ചെയ്തു കൂട്ടുന്നുണ്ട്. അതായത് ഈ മഞ്ഞളൂർ പ്രദേശം കീഴടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വീടുകളെല്ലാം കത്തിച്ച് അതുപോലെ തന്നെ മഞ്ഞളൂര് നാടുവാഴിയെ അപമാനിക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്ത വിവരം സാമൂതിരിക്ക് ലഭിക്കുന്നുണ്ട്. സാമൂതിരിയെ സംബന്ധിച്ചിടത്തോളം സാമൂതിരിയുടെ മേൽക്കോയ്മ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ നാടുവാഴികളുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്താനാണ് സാമൂതിരി അക്കാലത്ത്
ശ്രമിച്ചിരുന്നത് എന്നത് പല ചരിത്ര രേഖകളിൽ നിന്നും വായിച്ചാൽ നമുക്ക് ഏകദേശം ഊഹിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ മഞ്ഞളൂർ ചീഫിനോട് കാണിച്ചിട്ടുള്ള ഈ ഒരു സംഭവം സാമൂതിരി അറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം കുതിരവട്ടത്ത് നായരെ വിളിക്കുന്നുണ്ട്. ആദ്യത്തെ 1-2 പ്രാവശ്യം ഇത് അറിഞ്ഞിട്ടും സാമൂതിരി നടപടിയൊന്നും എടുക്കുന്നില്ലെങ്കിലും തുടർച്ചയായിട്ടുള്ള സംഭവങ്ങൾ കേട്ടതുകൊണ്ടായിരിക്കണം സാമൂതിരി കുതിരവട്ടത്ത് നായർക്കെതിരെ ചില കടുത്ത നടപടികളിലേക്ക് പോകുന്നത്. കുതിരവട്ടത്തിന് ശിക്ഷയായിട്ട് 30,000 പണവും അതോടൊപ്പം തന്നെ ഒരു ആനയും സാമൂതിരിക്ക് കാഴ്ചവെക്കണം എന്ന ഒരു കൽപ്പന സാമൂതിരി പുറപ്പെടുവിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട കുതിരവട്ടത്ത് നായര് അദ്ദേഹത്തിന്റെ അനുയായികളും കൂടി പിന്നീട് ഈ പ്രദേശത്ത് നിന്ന് പോയി പാലക്കാട് കടമ്പഴിപ്പുറം എന്ന പ്രദേശത്തുള്ള പുലാപ്പറ്റ പ്രദേശത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. പുലാപ്പറ്റ എത്തിയതോടുകൂടിയാണ് കുതിരവട്ടത്ത് സ്വരൂപം എന്ന ആ ഒരു പേര് ഇല്ലാതായി പുലാപ്പറ്റ നായന്മാർ എന്ന രീതിയിലേക്ക് വന്നത് എന്ന് ചില ചരിത്രരേഖയിൽ കാണുന്നുണ്ട്. ഹൈദരാലിയുടെയും ടിപ്പുവിന്റെയും ആഗമനത്തിന് ശേഷം പിന്നീട് വന്ന ബ്രിട്ടീഷുകാരും ഇവരെ ബോധപൂർവം ചരിത്രരേഖയിൽ നിന്ന് ആ സ്വരൂപം എടുത്തു കളഞ്ഞ് പുലാപ്പറ്റ നായന്മാരാക്കിയതാണ് എന്നും അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞത് 1658 കുതിരവട്ട നായരെ കുറിച്ചാണ്. എന്നാൽ ഈ കുതിരവട്ടത്ത് നായർ തന്നെ ആയിരിക്കണം 1667 റീഇൻസ്റ്റേറ്റഡ് എന്ന് എഴുതി കാണാനുണ്ട്. എന്ന് പറഞ്ഞാൽ 1667 ഈ കുതിരവട്ടത്ത് നായർ തന്നെ തിരിച്ച് വീണ്ടും ഈ മിലിറ്ററി അല്ലെങ്കിൽ സൈന്യത്തിന്റെ സൈന്യാധിപനായിട്ട് നിയമിക്കപ്പെട്ടതായിട്ട് കാണാനുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നാടുവാഴിയായിട്ടായിരിക്കില്ല. ആ കാലഘട്ടങ്ങളിലാണല്ലോ പിന്നീട് പല ആക്രമണങ്ങളും വരുന്നത്. അപ്പൊ അതിനെ പ്രതിരോധിക്കാനായിട്ട് കുതിരവട്ടത്ത് നായരുടെ ആ പ്രാഗൽഭ്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം സാമൂതിരി വീണ്ടും അദ്ദേഹത്തിനെ തിരിച്ചെടുക്കുന്നത്. ഇവരുടെ പ്രതാപകാലത്ത് സ്വാഭാവികമായിട്ടും ധാരാളം സ്വത്തുക്കളും അതായത് സ്ഥലങ്ങളും അതുപോലെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എന്ന് നമുക്ക് കരുതാവുന്നതാണ്. പുലാപ്പറ്റ പ്രദേശങ്ങളിലേക്ക് ഇവർ പോയതിന് ശേഷം അവിടെയും കുറച്ച് പ്രദേശങ്ങളും ക്ഷേത്രങ്ങളൊക്കെ ഇവരുടെ കീഴിൽ ഉണ്ടായിരുന്നു. ഈ ഹൈദരാലിയുടെ വരവ് ഉണ്ടായ സമയത്ത് പരമാവധി നായന്മാരെ ഒതുക്കാൻ അല്ലെങ്കിൽ അവരെ ആയുധമില്ലാതെ അവരുടെ എല്ലാ അധികാരങ്ങളും എടുത്തു കളയാൻ ശ്രമിച്ചതായിട്ട് വ്യക്തമായ രേഖകളുണ്ടല്ലോ. പിന്നീട് ടിപ്പു വന്നതിന് ശേഷം ടിപ്പുവും ആ ഒരു പാത തുടർന്നിരിക്കാം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ചില ക്ഷേത്രങ്ങൾ ചില പ്രദേശങ്ങളൊക്കെ ഈ ബ്രാഹ്മണരുടെ കീഴിലേക്ക് മാറ്റിയതായിട്ടൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയും. കുതിരവട്ടത്ത് നായരായിട്ട് വളരെയധികം ബന്ധമുണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിന്റെ ഊരായ്മയിൽ പുലാപ്പറ്റ മന എന്ന് കാണാനുണ്ട്. അപ്പൊ അതിലെന്തോ എനിക്കൊരു പൊരുത്തക്കേട് തോന്നി. എങ്കിലും തെളിവുകളില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഊഹാപോഹങ്ങളിലേക്കൊന്നും പോകണ്ട, വിവാദങ്ങളിലേക്കും പോകണ്ട. ആലത്തൂർ താലൂക്കിലെ കുഴൽമന്ദം ബ്ലോക്കിലെ കുഴൽമന്ദം ഗ്രാമപഞ്ചായത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. കുഴൽമന്ദം എന്ന പേര് ലഭിക്കാൻ ചില ഐതിഹ്യങ്ങളൊക്കെ കാണാനുണ്ട്. കുഴൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂട്ടാണ്, ഓടക്കുഴലാണ്. അതുപോലെ മന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ, മന്നം എന്ന അർത്ഥത്തിലാണ്. പതുക്കെ ഓടക്കുഴൽ വിളിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ശ്രീകൃഷ്ണന്റെ ക്ഷേത്രം ഉണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിനോടനുബന്ധപ്പെട്ടാണ് ഈ പ്രദേശം അല്ലെങ്കിൽ ഈ പേര് ലഭിച്ചതെന്ന് കരുതുന്നു. 300 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്ന് കുടിയേറി പാർത്ത തമിഴ് ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ ഇവിടെ ഉണ്ട്. 30.62 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ പഞ്ചായത്തിലെ ഇപ്പോൾ നിലവിലുള്ളത് 17 വാർഡുകളാണ്. ഇതിന്റെ അതിരുകള് കിഴക്ക് തേങ്കുറിശി പഞ്ചായത്ത്, പടിഞ്ഞാറ് കുത്തന്നൂർ പഞ്ചായത്ത്, വടക്ക് മാത്തൂർ പഞ്ചായത്ത്, തെക്ക് എരുമയൂർ പഞ്ചായത്ത് എന്നിവയാണ്. ഇവിടെ ധാരാളം ചെറുതും വലുതുമായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. പ്രമുഖമായ ക്ഷേത്രം ലക്ഷ്മീനാരായണ സ്വാമി ക്ഷേത്രമാണ്. ഇവിടെയുള്ള മൂർത്തി എന്ന് പറയുന്നത് ഭഗവാൻ നാരായണന്റെ തുടയിലിരിക്കുന്ന ലക്ഷ്മി ദേവിയാണ്. ഇവിടെയുള്ള മറ്റൊരു ക്ഷേത്രം ഭരതക്ഷേത്രമാണ്. രാമായണത്തിലെ ശ്രീരാമന്റെ സഹോദരനായിട്ടുള്ള
ഭരതന്റെ പേരിലുള്ള ക്ഷേത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനത്തിന് പോകുമ്പോൾ ഈ പ്രദേശത്തുള്ളവര് വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ഭരത ക്ഷേത്രം. ഇവിടെ പ്രധാനപ്പെട്ട 3 അഗ്രഹാരങ്ങളുണ്ട്. നമ്മൾ ആ പ്രദേശത്തേക്ക് പോകുന്നില്ല, അത് വേറൊരു ദിവസം അതിലൂടെ പോയി നിങ്ങൾക്ക് ആ കാഴ്ച കാണിച്ചു തരുന്നതാണ്. കുഴൽമന്ദം ഗ്രാമത്തെ ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തിയ ഒരു കലാകാരനുണ്ട്. അദ്ദേഹമാണ് കുഴൽമന്ദം രാമകൃഷ്ണൻ. ഒറ്റ ഇരിപ്പിൽ 501 മണിക്കൂറോളം തുടർച്ചയായി മൃദംഗം വായിച്ച് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഒരു ഇടം കണ്ടെത്തിയ വ്യക്തിയാണ് അദ്ദേഹം. ഇവിടെ പ്രശസ്തമായ ഒരു ആഴ്ചച്ചന്തയുണ്ട്. എല്ലാ ശനിയാഴ്ചകളിലും കന്നുകാലി ചന്തയും പച്ചക്കറി ചന്തയും ഉണ്ടായിരിക്കും. കന്നിമാസത്തിൽ എല്ലാ വർഷവും നടന്നു വരുന്ന ഉറിയടി രഥോത്സവം വളരെ പ്രശസ്തമാണ്. ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളം നിറച്ച കുടങ്ങൾ ഉടയ്ക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ നാനാ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇവിടെ അത് കാണാനായിട്ട് വരാറുണ്ട്. പഴയ NH-47 നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മണലൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. കുഴൽമന്ദം പഞ്ചായത്തിന്റെ കിഴക്ക് വശത്തായിട്ടാണ് ഈ തേങ്കുറിശി പഞ്ചായത്ത് ഉള്ളത്. അതിന്റെ അതിരാണ്. അവിടെയുള്ള ഒരു പ്രദേശമാണ് ഈ മഞ്ഞളൂര് എന്ന് പറയുന്നത്. മഞ്ഞളൂര് പ്രദേശത്തുള്ള നാടുവാഴിയാണ് കുതിരവട്ടത്ത് നായർ അപമാനിച്ചതും അതിനെ തുടർന്ന് സാമൂതിരി അദ്ദേഹത്തിന്റെ എല്ലാ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്തത്. ഈ മഞ്ഞളൂർ പ്രദേശത്ത് സാമൂതിരിയുടെ ഒരു കോവിലകം ഉണ്ടായിരുന്നതായിട്ട് ചില രേഖകളിൽ കാണാനുണ്ട്. പിന്നെ അതൊക്കെ നമുക്ക് വേറൊരു ദിവസം ഞാൻ ആ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ ഈ മഞ്ഞളൂരിന് വേറെയും ചില പ്രത്യേകതകളുണ്ട്. ഗുരുവായൂർ കഴിഞ്ഞാൽ 10 ദിവസം തുടർച്ചയായിട്ട് കൃഷ്ണനാട്ടം കളി നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മഞ്ഞളൂര്. അപ്പൊ ആ പ്രദേശം എന്തായാലും നമുക്ക് കാണണം. കുതിരവട്ടം നായർ ഈ പ്രദേശം കീഴടക്കിയ സമയത്ത് അവിടെ വലിയ രീതിയിലുള്ള ഒരു കൊള്ള തന്നെ നടന്നിരുന്നതെന്നാണ്. പഴയ കാലത്ത് വളരെയധികം പ്രതാപകാലത്തോട് നിലനിന്നിരുന്ന ഒരുപാട് തറവാട് വീടുകളുണ്ട് ഈ ഭാഗത്തൊക്കെ. നമ്മൾ ആ വഴിക്ക് വരുമ്പോൾ നമുക്ക് കാണാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരുപാട് സ്വത്തുക്കള്, അതായത് ഈ കുമ്പി അച്ഛൻ്റെയും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പ്രമുഖമായ നായർ തറവാടുകളിലെയും എല്ലാം ഒരു വിപുലമായിട്ടുള്ള ധനസമ്പത്ത് അത് മൊത്തമായിട്ട് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ എവിടെയെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടായിരിക്കാം. ശശി തരൂർ എഴുതിയ ഒരു ആർട്ടിക്കിള്, അതിൽ അദ്ദേഹം പരാമർശിച്ചിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. കൂറ് മത്സരത്തെ തുടർന്ന് കുറെ നമ്പൂതിരിമാര് ഈ പ്രദേശങ്ങളിലേക്ക് കുടിയേറി പാർത്തു അത്രേ. ഈ സമയത്താണെന്ന് വിശ്വസിക്കുന്നു മഞ്ഞളൂര്, ചെന്തുരുത്തി, തേങ്കുറിശി, നെന്മേനി എന്നീ പ്രദേശങ്ങൾ സാമൂതിരിക്ക് വേണ്ടിയിട്ട് വെങ്ങനാട് രാജ നൽകിയത്രേ. നടുവട്ടം പ്രദേശത്തിന്റെ അതിരുകള് നിർണയിച്ചത് 1364 കരുതപ്പെടുന്നു. ഈ പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഒരു മാപ്പ് കുതിരവട്ടം നായരും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന 3000 സൈനികരും അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അനുസരിച്ചുകൊണ്ട് നിർണയിക്കപ്പെട്ടതാണ് എന്ന് KV കൃഷ്ണയ്യർ അഭിപ്രായപ്പെട്ടതായിട്ട് വായിച്ചിട്ടുണ്ട്. കൊച്ചി അല്ലെങ്കിൽ പെരുമ്പടപ്പ് സ്വരൂപത്തെ നിരന്തരം സഹായിക്കുകയും സാമൂതിരിയെ നിരന്തരം ശല്യവും ചെയ്തിരുന്ന പാലക്കാട് നായന്മാര് കോഴിക്കോട് നായന്മാര് തുരത്തി ഓടിച്ചു. ഈ സമയത്ത് കുതിരവട്ടം നായർ കൊടുവായൂരായിരുന്നു അത്രേ താമസിച്ചിരുന്നത്. 1001 കുറവ് അല്ലെങ്കിൽ 999 നായന്മാരുടെ സൈന്യമുണ്ടായിരുന്ന വെങ്ങനാട് രാജ്യത്തിന് നിരന്തരമായിട്ടുള്ള ഭീഷണി പലപ്പോഴും പാലക്കാട് രാജാവിൽ നിന്നും കൊച്ചി രാജാക്കന്മാരുടെ ഭാഗത്തു നിന്നും അതുപോലെ കൊങ്ങു രാജാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അത്രേ.
ഇതിനെ പ്രതിരോധിക്കാനായിട്ടാണത്രേ കൊടുവായൂര് കുതിരവട്ടം നായർ താമസിച്ചിരുന്നതും അവിടുത്തെ കോട്ടയെ ബലപ്പെടുത്തിയതും. സാമൂതിരിക്ക് വളരെയധികം വേണ്ടപ്പെട്ടവരായിരുന്നു കൊല്ലങ്കോട് നമ്പിടിമാർ. ഹോമത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ശേഖരിക്കുകയും നൽകുകയും ചെയ്തിരുന്നത് കൊല്ലങ്കോട് നമ്പിടിമാരായിരുന്നു അത്രേ. സാമൂതിരിയെ സംബന്ധിച്ചുള്ള രേഖകളിൽ വെങ്കനാട് നൻപൻ എന്ന പേരിൽ അല്ലെങ്കിൽ അത്തരത്തിൽ പരാമർശിച്ചിട്ടുള്ളത് കൊല്ലങ്കോട് നമ്പിടിമാരെ കുറിച്ചാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. സാമൂതിരിയെ നിയന്ത്രിച്ചിരുന്ന അല്ലെങ്കിൽ സാമൂതിരി ഉപദേശം സ്വീകരിച്ചിരുന്ന ഒരു കൗൺസിലിലെ അംഗം കൂടിയായിരുന്നു ഈ നമ്പിടിമാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്രമാത്രം പ്രിയപ്പെട്ടവരായിരിക്കും സാമൂതിരിക്ക് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ആദ്യകാലത്ത് കുതിരവട്ടം സ്വരൂപമെന്നും പിന്നീട് പുലാപ്പറ്റ നായന്മാരുമായി അറിയപ്പെട്ടിരുന്ന ഇവരുടെ കുടുംബത്തിലെ ഏതെങ്കിലും മുതിർന്ന അംഗം മരണപ്പെടുന്ന സമയത്തൊക്കെ കൊല്ലങ്കോട് നമ്പിടിയുടെ വകയായി ഒരു പട്ട് അല്ലെങ്കിൽ ഒരു വിശിഷ്ടമായ ഒരു വസ്ത്രം കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു അത്രേ. കുറെ കാലത്തോളം ഈ ഒരു പതിവ് തുടർന്നിരുന്നു എന്നും പറയപ്പെടുന്നു. കുതിരവട്ടം സ്വരൂപം പിന്നീട് പുലാപ്പറ്റ നായന്മാരായി മാറി. പിന്നീട് അവർക്ക് കാര്യമായ അവകാശങ്ങളും അധികാരങ്ങളും ഒന്നും ഇല്ലാതിരുന്ന സമയത്തും ബ്രിട്ടീഷുകാർ പിന്നീട് ഇവരുടെ പല അവകാശങ്ങളും അംഗീകരിച്ച് നൽകിയെന്നും ഇവർക്ക് നിരന്തരമായിട്ട് പെൻഷൻ അനുവദിച്ചിരുന്നു എന്നും ഒക്കെ ചില അംഗങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് കുറെ കാലത്തോളം തുടർന്നിരുന്നു അത്രേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. യാത്ര തുടരുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.